2026 ഓഗസ്റ്റ് 10 സിറാജ് എഡിറ്റോറിയൽ. അപ്പോൾ എല്ലാം ഉദ്യോഗസ്ഥരാണോ തീരുമാനിക്കുന്നത്? സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേമാതരം ആലപിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് കാണിച്ച് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിനെതിരെ സംസ്ഥാനത്താകെ അതിശക്തമായ പ്രതിഷേധമുയരുകയാണ്. യൂണിയൻ സർക്കാരിൻ്റെ ഇംഗിതമനുസരിച്ച് ഗവർണർ ഇറക്കിയ ഉത്തരവ് കൈമാറുക മാത്രമാണ് ചീഫ് സെക്രട്ടറി ചെയ്തതെന്ന മന്ത്രി എൻ ഷംസുദ്ദീൻ്റെ വിശദീകരണം വിഷയത്തിൻ്റെ ഗൗരവം കുറയ്ക്കാൻ പര്യാപ്തമല്ല. ലോക് ഭവൻ നൽകുന്ന ഉത്തരവുകൾ സീലടിച്ചു വിടാനുള്ള ഉദ്യോഗസ്ഥനല്ലല്ലോ ചീഫ് സെക്രട്ടറി. സംസ്ഥാന സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കുമനുസരിച്ച് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. പൊതുഭരണവകുപ്പ് നേരത്തെ പുറത്തിറക്കിയ പ്രോട്ടോകോൾ മാർഗനിർദ്ദേശത്തിൽ വന്ദേമാതരത്തെക്കുറിച്ച് പരാമർശമില്ല എന്നതുകൂടി കൂട്ടി വായിക്കണം. ഏറ്റവും ഒടുവിൽ വന്ദേമാതരം ആലപിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന വിശദീകരണവുമായി ലോക്ഭവൻ രംഗത്തു വരിക കൂടി ചെയ്തതോടെ ആശയക്കുഴപ്പം കൂടുതൽ രൂക്ഷമാകുകയാണ് ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കായി ചീഫ് സെക്രട്ടറി ഇറക്കിയ DO ലെറ്റർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. യൂണിയൻ സർക്കാർ ഇതു സംബന്ധിച്ച നിയമ ഭേദഗതി പാസാക്കി കഴിഞ്ഞുവല്ലോ, ഇനി സംസ്ഥാനത്തിന് നടപ്പാക്കാതെ വയ്യല്ലോ എന്ന ന്യായീകരണവും യുക്തിസഹമല്ല. അത്തരം നിയമ നിർമ്മാണങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാനും പ്രതിഷേധമുയർത്താനും മുന്നിൽ നിന്ന പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിലെ ഗുരുതരമായ പ്രശ്നങ്ങളിലുമെല്ലാം ഐക്യകണ്ഠേന പ്രമേയങ്ങൾ പാസാക്കി സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിച്ച നിയമസഭയാണ് നമ്മുടേത്. വഖഫ് ഭേദഗതി നിയമത്തിലും ഇതേ സമീപനമാണ് സ്വീകരിച്ചത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ലെന്ന നിലപാടാണ് ഇക്കാലം വരെ രാജ്യം പിന്തുടർന്നിട്ടുള്ളത്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ വേളയിലായിരുന്നു. എല്ലാം ചെയ്തത് ലോക് ഭവൻ്റെ നിർദ്ദേശത്തിലാണ് എന്നായിരുന്നു വിശദീകരണം. ഇപ്പോഴത്തെ വിവാദം അവസാനിപ്പിക്കാനും വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് വ്യക്തമായി നിർദ്ദേശിക്കാനുമുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഘട്ടമാണിത്. 1870കളോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിൻ്റെ രാജകീയ ഉപചാരങ്ങൾ ഇന്ത്യൻ ജനതയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങുകയും രാജ്ഞിയെ പുകഴ്ത്തുന്ന ഉപചാരവാക്യങ്ങൾ ഇന്ത്യക്കാർ ഉപയോഗിക്കണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരത്തിൻ്റെ ആദ്യ ഈരടികൾ എഴുതുന്നത്. പൂർണ്ണഭാഗങ്ങൾ ചാറ്റർജിയുടെ ആനന്ദമഠം നോവലിലൂടെയാണ് പുറത്തു വന്നത്. 1896 കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ചത് വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ശ്ലോകങ്ങൾ മാത്രമായിരുന്നു. 1937 കോൺഗ്രസ് സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള നേതൃത്വം വന്ദേമാതരത്തിൻ്റെ ആദ്യ 2 ശ്ലോകങ്ങളെ മാത്രമാണ് ദേശീയ ഗീതമായി അംഗീകരിച്ചത്. അതിന് കാരണവുമുണ്ട്. വന്ദേമാതരത്തിലെ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട വർണ്ണനയിൽ ഇന്ത്യ ഭൂമിശാസ്ത്രപരമായ അസ്തിത്വം മാത്രമല്ല, മാതൃദേവി എന്ന നിലയിൽ കൂടിയാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളെ നാടിൻ്റെ കാവലാളായി അനുമാനിച്ചുള്ള സ്തുതികളും ഈ ഭാഗത്തുണ്ട്. ഇത് ഇന്ത്യൻ മതേതര മൂല്യങ്ങളുമായി ഏറ്റുമുട്ടുന്നു എന്നു കണ്ടു തന്നെയാണ് ഔദ്യോഗിക ചടങ്ങുകളിൽ ആദ്യ ഭാഗം മതിയെന്ന നിലപാടെടുത്തത്. യഹോവ സാക്ഷി കേസിലടക്കമുള്ള സുപ്രീം കോടതി വിധികളും ഈ ദിശയിലുള്ളതാണ്. കോൺഗ്രസ് കൈക്കൊണ്ട ഈ നിലപാടിനെ രാഷ്ട്രീയമായി വഴിതിരിച്ചു വിടാനുള്ള സംഘപരിവാർ ശ്രമമാണ് ഇന്നും തുടരുന്ന വിവാദങ്ങളുടെ കേന്ദ്രബിന്ദു. 1950 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി വന്ദേമാതരത്തിന് ജനഗണമനക്കൊപ്പം പ്രധാന സ്ഥാനം നൽകിയെങ്കിലും ആദ്യ ചരണങ്ങൾക്കപ്പുറത്തേക്ക് പോയില്ല എന്നതിൽ പിടിച്ച് വമ്പൻ പ്രചാരണമാണ് BJP നടത്തുന്നത്. വന്ദേമാതരത്തിൻ്റെ അവസാന ശ്ലോകങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദപ്രകാരം നെഹ്റു നീക്കം ചെയ്തു എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിച്ചത്. പാർലമെന്റിൽ പ്രതിപക്ഷം ചരിത്ര വസ്തുതകൾ നിരത്തി ഈ വാദം ഖണ്ഡിച്ചെങ്കിലും വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന് തുല്യമായ പ്രോട്ടോകോൾ അനുവദിച്ച് ഭേദഗതി ബില്ല് പാസാക്കുകയാണ് യൂണിയൻ സർക്കാർ ചെയ്തത്.
ഈ ബില്ലും അതിനോട് ചേർന്നുള്ള വിവാദങ്ങളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാതലായ വീഴ്ചകളെ മറികടക്കാനും വർഗീയ വിഭജനം സാധ്യമാക്കാനുമുള്ള ഉപായമായാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കാണുന്നത്. എന്നിട്ടും വമ്പൻ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര നിർദ്ദേശം പൂർണ്ണമായി പാലിച്ചിരിക്കണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഈയൊരു കാര്യത്തിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ വിക്രിയകൾ അരങ്ങേറുന്നത്. സ്വാതന്ത്ര്യദിന ക്വിസിൽ വി.ഡി. സവർക്കറെ മഹത്വവൽക്കരിക്കുന്ന ചോദ്യം, ക്രിമിനൽ കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബി.ജെ.പി. കൗൺസിലർക്ക് അവധി അനുവദിക്കൽ, വിദ്വേഷ പരാമർശം നടത്തിയ സംഘ് പരിവാർ പ്രചാരകനെതിരായ നടപടി വൈകൽ, വഖഫ് ബോർഡ് വിഷയത്തിൽ ബി.ജെ.പി. വൈസ് പ്രസിഡന്റിന്റെ ഹർജിയെ സർക്കാർ അഭിഭാഷകൻ പിന്തുണയ്ക്കൽ, ഇവയിലെല്ലാം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്?